ഹലോ നമസ്കാരം, എല്ലാവർക്കും dcooks&bakes സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡക്ക് റോസ്റ്റാണ്. താറാവ് വരട്ടിയത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു 5-8 അല്ലി വെളുത്തുള്ളിയും ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള നല്ല വലിയ കഷ്ണം ഇഞ്ചി, ഒരു 6 നല്ല എരിവുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. താറാവിന് വേവ് കൂടുതലായതുകൊണ്ട് കുക്കറിൽ തന്നെ കുക്ക് ചെയ്യാതിരിക്കും നല്ലത്. ഞാൻ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 സവാള ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റോളം നന്നായിട്ട് വഴറ്റണം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വരാനായിട്ട് ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം പുളിയുള്ളതായതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരുന്നേരം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നമ്മളിവിടെ പച്ചമുളക് ഒരു 5-8 പച്ചമുളക് നല്ല എരിവുള്ളത് എടുത്തുകൊണ്ട് മുളക് പൊടി ഞാൻ ഇത്രയേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിൽ കുരുമുളക് പൊടിയും കൂടി ചേർക്കാനുള്ളതാണ്. ഇനി 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡാണ്, ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് താറാവ് ഇട്ട് കൊടുക്കാം. ഈ താറാവ് ഞാനിവിടെ നന്നായിട്ട് കഴുകി ഒരു 1/2 മണിക്കൂറോളം ഉപ്പും വിനാഗിരിയുള്ള വെള്ളത്തിലിട്ട് അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അതൊക്കെ പോകാനായിട്ട് ഇട്ട് വെച്ചിരുന്നതാണ്. അതിനുശേഷം നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്താണ്.
ഇതൊരു 2 കിലോ താറാവുണ്ട്. ഇത് മസാലയുടെ കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുക്കർ അടച്ച് ഒരു 4-5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. എനിക്കിവിടെ ഈ താറാവ് വെന്ത് വരാനായിട്ട് ഒരു 6 വിസിലടിക്കേണ്ടി വന്നു. ഇത് ഓരോ താറാവിൻ്റെ ഇതനുസരിച്ചിട്ട് വ്യത്യാസമായിരിക്കും. അത് നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യണം. ബ്രോയിലർ താറാവാണെങ്കിൽ 2 വിസിലും കൊണ്ടൊക്കെ കുക്കായി കിട്ടും. 2 വിസിൽ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കി എങ്ങനെ വേവുന്നതനുസരിച്ചിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വെന്തുടഞ്ഞു പോകും. താറാവ് വെന്തുടഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ താറാവെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവൊക്കെ നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ താറാവെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയായിട്ട് ഉപയോഗിക്കാം. ഞാനിത് കുറച്ചുകൂടി നന്നായിട്ട് വറ്റിച്ച് റോസ്റ്റാക്കി എടുക്കുകയാണ്. ഞാനിവിടെ കുറച്ച് മാത്രമേ മസാല ചേർത്തിട്ടുള്ളൂ. താറാവിനൊക്കെ ഒരുപാട് മസാല ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് പോകും. നന്നായിട്ടൊന്ന് ഇളക്കി വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.